ചില ഉദ്യോഗസ്ഥന്മാർ കനിഞ്ഞാൽ ചില മനുഷ്യരുടെ ജീവിതം വല്ലാതെ അങ്ങ് മാറും. ഇനി ചില മനുഷ്യർ കനിഞ്ഞില്ലെങ്കിലോ ആ ജീവിതം നരകതുല്യമായി മാറും. എല്ലാ പ്രതീക്ഷകളും അറ്റുപോകും. ഞാനൊരു സംഭവം പറയാം. ഉദ്യോഗസ്ഥർ ഒഴിവുകൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് നിരന്തര വാർത്തയായിട്ട് നമ്മൾ കാണുന്നതാണ്. എന്നാൽ അതിൻ്റെ പേരിൽ അർഹതയുണ്ടായിട്ടും അവസരം നഷ്ടമായൊരു 47-കാരിയുടെ വാർത്തയാണ്. മലപ്പുറത്ത് ഐക്യരപ്പടിയിലെ പൂത്തുപാടം സ്വദേശിനിയാണ് റുഖിയ. റുഖിയയുടെ സർക്കാർ അധ്യാപിക എന്ന സ്വപ്നമാണ് വീണ്ടുടഞ്ഞു പോയത്. ഒരുപാട് പേർ അങ്ങനെ ഉണ്ടാവും എന്നാണ് പ്രേക്ഷകർ കരുതുക. പക്ഷേ ഈ കഥ വ്യത്യസ്തമാണ്. റുഖിയയുടെ 15 വർഷം നീണ്ട കഠിനാധ്വാനമാണ് ഉദ്യോഗസ്ഥ അനാസ്ഥ മൂലം കണ്ണീരായി മാറിയത്. ഇനി എന്തു ചെയ്യും? ഞാൻ 2000 BEd കഴിഞ്ഞതാ സാർ. പിന്നെ എനിക്കൊരു MR ആയിട്ടുള്ള 70% MR ആയിട്ടുള്ള സിസ്റ്റർ ഉണ്ട്. അവരെ നോക്കലും ഇതിൻ്റെ എല്ലാം ഇടയിൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ നേടിയെടുത്തത്. റുഖിയ ടീച്ചർ ചിരിക്കുമ്പോഴും ഹൃദയം വിങ്ങുകയാണ്. ഒരു കടലോളം കണ്ണീർ പുറത്തേക്കൊഴുക്കാതെ പിടിച്ചു വെച്ചിട്ടുണ്ട്. കാരണം റുഖിയയ്ക്ക് സുഹറയ്ക്ക് മുന്നിൽ കരയാനാകില്ല. 70%-ലധികം ഭിന്നശേഷിക്കാരിയായ സഹോദരി സുഹറയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം തന്നെ മാറ്റിവെച്ചതാണ് റുഖിയ. വിവാഹം കഴിച്ചിട്ടില്ല. ഒറ്റമുറി വീട്ടിൽ സുഹറയ്ക്കൊപ്പമാണ് റുഖിയയുടെയും ജീവിതം. ഒരു സർക്കാർ അധ്യാപികയാകുക എന്നത് മാത്രമായിരുന്നു സ്വപ്നം. പഠിച്ച് പല റാങ്ക് പട്ടികകളിലും ഇടം നേടിയെങ്കിലും നിയമനം ലഭിച്ചിരുന്നില്ല. അവസാനം 42-ാം വയസ്സിൽ പോരാടി തന്നെ പരീക്ഷയിൽ മെച്ചപ്പെട്ട റാങ്കും നേടി. ജോലി കിട്ടുമെന്ന് ഉറപ്പിച്ചതാണ്. ആ സ്വപ്നമാണ് റാങ്ക് പട്ടികയുടെ കാലാവധി കഴിഞ്ഞതോടെ തകർന്നു വീണത്. എനിക്ക് തന്നിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. ഇപ്പോൾ അവിടെ ഫിക്സേഷൻ്റെ വഴി കിട്ടിയ 33, അതിൻ്റെ ഒരു 75% എടുക്കുകയാണെങ്കിലും 24 എണ്ണം ഞങ്ങൾക്ക് തരാനുള്ളതാണ്. അതവർ ഞങ്ങൾ ബെഗ് ചെയ്തിട്ട് അവരത് തന്നില്ല. അവിടുന്ന് ലാസ്റ്റ് കരഞ്ഞിട്ടാണ് പുറത്ത് വന്നത്. കാലാവധി കഴിഞ്ഞ മലപ്പുറം ജില്ലയുടെ UPSC മുഖ്യ റാങ്ക് പട്ടികയിൽ 437-ാം നമ്പർ റാങ്കുകാരിയാണ് റുഖിയ. സംവരണ ക്രമത്തിൽ 476 പേർക്ക് നിയമനം നൽകി. അടുത്ത ഊഴം റുഖിയയുടേതായിരുന്നു. 33 ഒഴിവുകളുണ്ടായിരുന്നതിനാൽ നിയമനം ലഭിക്കുമെന്ന് ഉറപ്പായിരുന്നു റുഖിയയ്ക്ക്. പക്ഷേ അവസാന രാത്രിയിലും കരഞ്ഞു പറഞ്ഞിട്ടും ഉദ്യോഗസ്ഥർ ഒരു ഒഴിവ് പോലും റിപ്പോർട്ട് ചെയ്യാതിരുന്നതോടെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു വീണു. റിപ്പോർട്ട് ചെയ്യാൻ അവർ പറഞ്ഞത്, റിപ്പോർട്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മേലെ നിന്ന് ഓർഡർ വേണം. അത് ഓർഡർ എന്ന് പറഞ്ഞാൽ വെറും വായ കൊണ്ട് പോരാ, ഞങ്ങൾക്കത് റിട്ടേൺ ആയിട്ട് തന്നെ DGയിൽ നിന്ന് ഓർഡർ ഉണ്ടായിട്ടാണ് ചെയ്യാത്തത്. അവിടുന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട്, ഉണ്ടായിട്ടും DD ചെയ്യാത്തതാണ്. PSC മുഖേന ജോലി കിട്ടാനുള്ള റുഖിയയുടെ അവസാന അവസരമാണ് നഷ്ടമായത്. സഹോദരി സുഹറയ്ക്ക് കൂടി വേണ്ടിയായിരുന്നു റുഖിയയുടെ കഠിനാധ്വാനം മുഴുവൻ. കണ്ടു പൂങ്കാറ്റേ കാണിക്ക് നീ കൊണ്ടുവന്നാട്ടെ നാട്ടിന്റെ അത് വിട്ടാട്ടെ. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് കരുളായിക്കൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം. റുഖിയ ടീച്ചർക്ക് ജോലി കൊടുക്കാഞ്ഞത് ഈ ഉദ്യോഗസ്ഥരാണെന്ന് തന്നെ പറയേണ്ടി വരും. വേക്കൻസി ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, വേക്കൻസി കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യാതിരുന്നത് കൊണ്ടാണ് ടീച്ചർക്ക് ആ അവസരം നഷ്ടമായത്. ഇനി ഒരിക്കലും ടീച്ചർക്ക് ആ PSC എന്ന സ്വപ്നം അത് താണ്ടി ഒരു അധ്യാപികയാവാൻ കഴിയില്ല. സ്വപ്നങ്ങൾ തകർന്നു പോകുന്നതിൻ്റെ വേദന അത് തകർന്നവർക്ക് മാത്രമേ അറിയൂ. ഉദ്യോഗസ്ഥർ ഒരു കാലത്ത് ഈ സ്വപ്നവുമായി നടന്നവരായിരിക്കുമല്ലോ. ഓർമ്മയുണ്ടാവണം, മനുഷ്യരുടെ കണ്ണീരാണ്